girls, welcome back to Silent Learning. It's me Shribhama SB. മക്കളെ എക്സാം ടൈം ആയല്ലേ, പഠിച്ച് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു കഴിവ് കാണിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വേണ്ടത് കുറെ ക്വസ്റ്റ്യൻസുകളാണ് അല്ലെ. നമ്മളിപ്പോൾ ഓൾറെഡി ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ചിലർ റിവിഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ സ്കൈ നിയർ ടു ഹാൻഡ് അല്ലെങ്കിൽ കയ്യത്തിന്റെ ഒരു ആകാശം എന്ന് വന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ സമയം വേസ്റ്റ് ചെയ്തില്ല, മിസ് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൻ പിക്ചർ ആൻഡ് റൈറ്റ് വാട്ട് ഇറ്റ് ഈസ്. തന്നിരിക്കുന്ന ചിത്രം എന്തെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 10 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന വലുപ്പം, ഭൂമിയിൽ നിന്ന് 60 കോടി കിലോമീറ്റർ അകലെ, ലാർജ് എനഫ് ടു അക്കോമഡേറ്റ് 10,60 crore കിലോമീറ്റർ അവേ ഫ്രം എർത്ത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇവനെ പറ്റിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ആരാച്ച ഈ ഒരു വസ്തുവിനെ പറ്റിയിട്ടുള്ളത്? വസ്തു എന്നല്ല, എന്താണ് ചിത്രത്തിൽ കാണുന്ന ഷാദ്? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? നിങ്ങൾ തന്നെ പറയൂ. എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണുന്ന ആൾ? ആരാണ്? നമുക്കറിയാം, നമ്മുടെ സൂര്യനാണ്, സണ്ണാണ് എന്നറിയാലേ. അപ്പൊ സൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് നമുക്ക് എപ്പോഴും രാവിലെ എണീറ്റാൽ കാണാൻ പറ്റുന്ന ആളാണ്. രാവിലെ മൂപ്പര് എണീക്കുമ്പോഴാണ് നമ്മൾ ഒന്നിച്ച് എണീക്കുക അല്ലെ. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് എത്ര ദൂരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര അടുത്താണല്ലോ, മിസ്സസ് തൊട്ടടുത്താണല്ലോ എന്ന് വെച്ചാൽ തെറ്റിപ്പോയി. ഒരുപാട് ദൂരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 30,15 crore കിലോമീറ്റർ അകലെ, 15 crore കിലോമീറ്റർ അകലെ, ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് മക്കളെ നമ്മുടെ എന്തുള്ളത്, സൂര്യൻ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1 കോടി പറയുമ്പോ വേണ്ട, 100 മീറ്റർ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 15 കോടി കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തോരം ഉണ്ട്. അതേപോലെ ലാർജ് എനഫ് ടു അക്കോമഡേറ്റ് 30 lakh എർത്ത് അല്ലെ, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. നമ്മുടെ ഒരു ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. ഇവൻ നമുക്ക് ഭൂമി ചുറ്റാൻ പറ്റുമോ? ഒരു ഭൂമി കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ചുറ്റാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തോരം കാലങ്ങൾ, എന്തോരം വർഷങ്ങൾ എടുക്കും അതിന് അല്ലേ. കോടി വർഷങ്ങൾ എടുക്കും ചിലപ്പോ. അപ്പൊ അതേപോലെ അങ്ങനെയുള്ള ഒരു ഭൂമി പോലെ 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാനുള്ള വലുപ്പമുള്ള ആളാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി, സംഭവം ക്ലിയർ ആയി. അതൊരു സ്റ്റാർ ആണോടാ? ഈ സൂര്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണോ, നക്ഷത്രമാണോ, അല്ലെങ്കിൽ ഗ്രഹമാണോ, പ്ലാനറ്റ് ആണോ, അതോ വേറെ വല്ലതും ആണോ ചോദിച്ചാൽ നിങ്ങൾ ഷുവർ ആയിട്ട് ആൻസർ ചെയ്യണം. അതൊരു നക്ഷത്രമാണ്. സൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആണ്. അപ്പൊ സൺ ഇസ് ദ ക്ലോസസ്റ്റ് ടു ദ എർത്തിലുള്ള ഒരു സ്റ്റാർ ആണ്. ലൈക്ക് ദ സൺ ദർ ബില്യൺ ഓഫ് സ്റ്റാർസ്. അതേപോലെ ഒരുപാട് സ്റ്റാറുകൾ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ട്. അപ്പൊ അത് പഠിക്കാൻ സിമ്പിൾ ആണ്. നമ്മുടെ തമിഴ്നാട്ടിൽ സൂര്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. സൂര്യ ഫാൻസും വിജയ് ഫാൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ സൂര്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റാർ ആണ്. നമ്മുടെ കടയിൽ ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ആക്ടറാണ് അല്ലെ. അപ്പൊ സൂര്യ സ്റ്റാർ പറയുന്ന പോലെ സണ്ണ് സ്റ്റാർ ആണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, അതൊരു നക്ഷത്രമാണ്. വേറെ ഒന്നുമല്ല, ഗ്രഹമല്ല, മറ്റൊന്നുമല്ല, നക്ഷത്രമാണ് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പരീക്ഷകൾക്ക് മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക? വാട്ട് ആർ ദ പ്രോബ്ലം ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അടുത്ത് ശുഭാംശു ശുക്ല, സുനിത വില്യംസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ബഹിരാകാശത്തേക്ക്. അവിടെ പോയി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി, എന്തോരണ്ട്, ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. അപ്പൊ അതേപോലെ പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ഫേസ് ചെയ്യേണ്ടി വരിക? സുനിത വില്യംസ് ഒരുപാട് കാലം ഇവിടെ പെട്ടുപോയില്ലേ. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവിടെ വായു ഇല്ല, നോ എയർ ആണ്. അതേപോലെ അവിടെ ഫുഡില്ല, ഭക്ഷണം ഇല്ല, വെള്ളം ഇല്ല, നോ വാട്ടർ. ഈവൻ നമുക്ക് വെയിറ്റ് പോലും ഇല്ലാടാ, നമുക്ക് ഭാരം പോലും ഇല്ല, ഭാരം ഇല്ല, നോ വാട്ടർ, നോ എയർ, ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ ഈ പറയുന്ന സ്പേസ് എന്ന് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പാറിയാ നടക്കുക. അപ്പൊ ഞാനിങ്ങനെ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ അവിടെ എടുക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഹലോ മക്കളെ സുഖാണോ ചോദിച്ചു ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണം. കാര്യം എന്താ വെച്ചാൽ അവിടെ വായു ഇല്ല, ഗ്രാവിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വം ഇല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പാറി നടക്കുക ചെയ്യുക, നമുക്ക് വെയിറ്റ് ഫീൽ ഇല്ല. ഇവൻ ആ സുനിത വില്യംസ് വെള്ളം കുടിക്കുന്ന വീഡിയോ വരെ കാണിച്ചിരുന്നു. വല്ല ജെല്ലി മിഠായി പോലെ ആ വെള്ളം ഉള്ളിലോട്ട് എടുക്കുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. ഏതാണ് ഈ കോൺസ്റ്റലേഷൻ? ഇവിടെ എന്താണ്, എർത്ത് ആൻഡ് ഹൊറിസോണിൽ കാണുന്ന ഡിസംബർ മാസത്തിൽ കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഏതാണ് ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണം ഏത്? ഇതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പറയണ മക്കളെ, ഏതാണ് ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന ആള്?
ആളാരാണ്? ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തുമായിട്ടാണ് ഉപമിക്കാൻ തോന്നുന്നത്? ഒരു വലിയ എന്തോ ഒരു സാധനത്തിനെ പിടിച്ച്, ഒരു ഗത പോലെ സാധനം പിടിച്ച് ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെ തോന്നുന്നുണ്ടോ? ഒരു ഹണ്ടർ അല്ലെങ്കിൽ ദ ഓറിയോൺ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു നക്ഷത്ര കൂട്ടത്തെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇവരാണ് ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രഗണം. കണ്ടോ, ഇതുണ്ട് രമ്പും ബില്ലും പിടിച്ച് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ പോലെയുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ വരുന്നില്ലേ? ഇത് ഓരോരോ നക്ഷത്രങ്ങളാണ്. ഇതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു പിക്ചർ പോലെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വിസിബിൾ ഇൻ ദ എർത്തൺ ഹൊറിസോൺ അറ്റ് ദ ഡിസ്ക് ഓഫ് ഡിസംബർ. അടുത്ത മാസം അല്ലേ, അടുത്ത മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിസംബർ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക, കാണുന്നുണ്ടോ ഹണ്ടറിനെ എന്നൊന്ന് നോക്കുക. കുറേ മക്കൾ എനിക്ക് തോന്നുന്നു മെസ്സേജ് മിസ്സിന് പറഞ്ഞിരുന്നു, മിസ്സേ ഞങ്ങൾ കണ്ടു, ഹണ്ടറിനെ കണ്ടു പറഞ്ഞ് അയച്ചിരുന്നു. മുമ്പത്തെ കൊല്ലമൊക്കെ ഒരുപാട് മക്കൾ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കണം. റെഡി? അപ്പൊ ഇങ്ങനെ നക്ഷത്രങ്ങളെ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം, ഒരു ഹണ്ടറിന്റെ രൂപം കാണാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ ഗ്രീക്കുകാർ അതിന് ഓറിയോൺ എന്നൊരു പേരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേട്ടക്കാരനായിട്ടുള്ള ഓറിയോന്റെ പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടണ്ടേ? ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ പൃഥ്വി ബാച്ചില്. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട്, അപ്പൊ ക്രിസ്മസ് വരാൻ പോവാണ്, ക്രിസ്മസ് എക്സാം, അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷം എന്തൊക്കെ വേണോ അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ സെറ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വന്ന് പഠിച്ചിട്ട് പോയാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് എല്ലാ മക്കളും നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്പർ മിസ് പറയാം, 9995400800. ഇതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഭയങ്കര ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ മക്കളും മാക്സിമം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയും ലേറ്റ് ആയിട്ടില്ല, ഇനിയും പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ചു കൂടെ നിന്നാൽ മാത്രം മതി. റെഡി അല്ലേടാ? അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.